പെരിയ കേസിൽ അപ്പോൾ വിധി വന്നിരിക്കുകയാണ്, ജീവപര്യന്തമാണ്. ഒരു വലിയ തിരിച്ചടി കൂടിയാണല്ലോ. അല്ല, അതെ, ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു MLA ലെവലിലൊക്കെ ഉള്ള ആൾ ഈ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഏതാനും പ്രവർത്തകന്മാർ, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ അത് വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത്. അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് പാടായിരിക്കും. പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാ എന്നുള്ളതാണ്. കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് UDFിൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം, പാർട്ടിയുടെയൊക്കെ അഭിപ്രായം അതുതന്നെയാണ്. കുറച്ചുകൂടി കടുത്ത ഒരു ശിക്ഷാവിധി പ്രതീക്ഷിച്ചിരുന്നു. അല്ല, ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ, അതിൻ്റെ ഒരു ക്രൂരതയുടെ സ്വഭാവം, ഗൗരവം കണ്ടാൽ ആരും അങ്ങനെയാണ് കരുതുക. ഇതിലേറെ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്നേ കരുതൂ. മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന ലെവലുള്ള ആളുകൾ, നേതാക്കൾ, MLA ലെവലിലൊക്കെ ഉള്ള ഒരു ജനപ്രതിയൊക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവമുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ വികാരം തന്നെയാണ് ശിക്ഷ പോരാ എന്നുള്ളത്. ആ വികാരം അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഒരു MLA ആണെങ്കിലും പാർട്ടി ഭാരവാഹികളൊക്കെ നേരിട്ട് പങ്കാളികളായി അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു കേസ് കൂടിയിട്ട് ഇത് മാറിയല്ലോ. അപ്പോൾ നേരത്തെ തന്നെ CPMനെതിരുള്ള ഈ കൊലപാതക രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ഇത് കൂടി ആവില്ലേ? ആണ്, തീർച്ചയായിട്ടുമാണ്. കാരണം വെച്ചാൽ ഈ ആസൂത്രിതമായി പൊളിറ്റിക്കലായിട്ട് ആലോചിച്ച് കൊലപാതകം നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, കേരളത്തിൽ അത്തരം സംഭവങ്ങൾ തുടരെ നടന്നിരുന്നു. പക്ഷേ ഈ ശിക്ഷ ഇനിയിപ്പോൾ അത്തരം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും ഒരു തടസ്സം തന്നെ ആയിരിക്കും. അതൊന്നും ശിക്ഷ കിട്ടാതെ പോകില്ല എന്ന് എന്തെങ്കിലും തെളിഞ്ഞല്ലോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണപാഠം. ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പം പാർട്ടി ഉണ്ട് എന്നുള്ള സന്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വരുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു കൊലക്കേസിലെ പ്രതി ശ്രീജിത്തിൻ്റെ വീട്ടിൽ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി വരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി വരുന്നു. അതുപോലെ തന്നെ കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്കൊപ്പം വീണ്ടും പാർട്ടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ശിക്ഷ വിധിക്കൊണ്ട് മാത്രം ഇത് മാറുന്നത്. അതാണ് ഈ കൊലപാതകങ്ങൾ പിന്നെയും ഇങ്ങനെ അടിക്കടി നടക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരന്തരം